എന്തിനാ ഫുഡ് പുറത്തുനിന്ന് വാങ്ങുന്നേ? ഇവിടെ ഉണ്ടാക്കിയാൽ പോരെ? എനിക്കതൊക്കെ ചെയ്യാനറിയാമെന്ന് കാശിയേട്ടനെ അറിയൂലേ? കാശി ഉച്ചയ്ക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പു മനസ്സിലോർത്തു. അവനോട് ചോദിക്കാൻ മടിച്ചു പെണ്ണു മിണ്ടിയില്ല. അമ്മമ്മയും അപ്പൂപ്പനും എപ്പോൾ വരുമെന്ന് അറിയാനുള്ള ത്വരയോടെ കാശിയെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് നോക്കിയെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ചോദിക്കാനും എന്തോ ഒരു മടി. ഹാളിലിരുന്നാൽ ഗേറ്റ് കടന്ന് അവർ വരുന്നത് കാണാൻ പാകത്തിന് ഒരു കസേര നീക്കിയിട്ട് കാലും കൈയുമൊക്കെ ചുരുട്ടി മടക്കി വെച്ച് ഒരു ബോൾ പോലെ ഇരിക്കുന്നവളെ കാണെ കാശിക്ക് ചിരി വന്നുപോയി. എങ്കിലും ചിരി കടിച്ചു പിടിച്ച് അവൻ ഫോണിൽ നോക്കിയിരുന്നു. അച്ചു കൂടെ വരുമോ എന്തോ? വിളിച്ചു നോക്കാൻ ഫോണുമില്ല. അച്ചുവിനെ വിളിക്കാൻ ഫോൺ വേണോ അർപ്പിത? വേണമെങ്കിൽ ചോദിക്കേണ്ടേ? അല്ലാതെ ഞാനിങ്ങനെ അറിയും? കാശി ഫോണും നീട്ടി പറഞ്ഞപ്പോഴാണ് ഉച്ചത്തിലാണ് പറഞ്ഞത് എന്ന് അവൾ അറിഞ്ഞതുപോലും. ഫോൺ വേണ്ട, എനിക്കേ അവളുടെ നമ്പർ കാണാതെ അറിയൂല. അമ്മമ്മയുടെ ഫോണിലാണ് ഞാൻ അവളെ വിളിക്കുന്നത്. അവൾ ചമ്മലോടെ നാവ് കടിച്ചുകൊണ്ട് പറഞ്ഞു. അർപ്പിതയ്ക്ക് സ്വന്തമായി ഫോണില്ലേ? കാശി വീണ്ടും പെണ്ണിനോട് സംസാരിക്കാനുള്ള പ്രയത്നം എന്നോണം തിരക്കി. എനിക്കെന്തിനാ വേറെ ഫോൺ? അമ്മമ്മയുടെ ഫോണുണ്ടല്ലോ. ഗേറ്റിലേക്ക് തന്നെ കണ്ണുറപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ നിന്റെ അച്ചു നിന്നെ വിളിക്കും? ഫോൺ താടിയിൽ മുട്ടിച്ചുകൊണ്ട് അവൻ തിരക്കി. അതിപ്പോ പെണ്ണ് ആലോചനയോടെ അവനെ ഒന്ന് നോക്കി. കാശി ഏട്ടൻ്റെ ഫോണിൽ വിളിക്കാൻ പറയട്ടെ? ആലോചനയോടെ മടിച്ചു വിക്കിയാണ് ചോദ്യം. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്തു ചെയ്യും? അതിപ്പോ എന്താ ചെയ്യാ? അവൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ താടിയിൽ കൈതാങ്ങിയിരുന്ന് ആലോചന തുടങ്ങി അവൾ. അവളുടെ ഇരിപ്പ് കണ്ട് അവനും അതുപോലെ ഇരുന്നു. അമ്മമ്മയ്ക്ക് എന്താ വരാത്തത്? ഉച്ചയാവാനായല്ലോ. ഈ കാശിയേട്ടന് ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? ഹാളിലിരുന്ന് തളർന്ന് സിറ്റൗട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പെണ്ണ്. ഒപ്പം പെറുപെറുപ്പുമുണ്ട്. അവളുടെ ഭാവങ്ങൾ ഓരോന്നും ആസ്വദിച്ച് കാശിയിരുന്നു. എന്നാലോ പെണ്ണൊന്ന് ഒളിഞ്ഞു നോക്കിയാൽ അവൻ ഫോണിൽ തോണ്ടുന്നു എന്നേ തോന്നും. നേരെ മുന്നിൽ വന്നു നിന്ന് ഒന്നും പറഞ്ഞില്ല എങ്കിലും കാണുമ്പോഴുള്ള പെണ്ണിന്റെ വിറയൽ കുറഞ്ഞിട്ടുണ്ട്. അർപ്പിത! കാശിയുടെ വിളിയിൽ ഗേറ്റിന് പുറത്തേക്ക് നോക്കി നിന്ന പെണ്ണ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അകത്തേക്ക് കയറിപ്പോര്, അവർ വരുമ്പോൾ ഉച്ചയാവും. കാശി പറയുന്നത് കേട്ടതും ആ മുഖം മങ്ങി പതിയെ സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറി നേരത്തെ ഇരുന്നിടത്ത് വന്നിരുന്നു അവൾ. അച്ചാച്ചനും അച്ചമ്മയും ഇന്നലെയൊക്കെ റെസ്റ്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്നതല്ലേ? അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞാനാണ് പറഞ്ഞത് പതിയെ വന്നാൽ മതിയെന്ന്. അവൾക്ക് കാര്യം മനസ്സിലാകാൻ എന്ന പോലെ കാശി പറഞ്ഞു. അതിന് പെണ്ണൊന്ന് മൂളിക്കൊണ്ട് കസേരയിലേക്ക് കയറിയിരുന്നു. നിന്റെ അച്ചുവും വരുന്നുണ്ട് അവരുടെ കൂടെ. കാശി പറഞ്ഞത് കേട്ട് വാടിയ മുഖത്തോടെ ഇരുന്നവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ആ പെണ്ണ് അവർക്കായി കാത്തിരുന്നു. മോളെ, നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെ ഇരുന്നാലോ മോളെ? വിനീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിനയ പറഞ്ഞു. ഇന്നലെ മുതൽ ജലപാനമില്ലാതെ അവൾ കിടക്കുന്നു എന്നറിഞ്ഞു രാവിലെ എത്തിയതാണ് വിനയ. എനിക്ക് പറ്റുന്നില്ല ആൻറ്റി, എനിക്ക് കാശിയെ വേണം. ആ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ വിചാരിക്കാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ചു പോകും ആൻറ്റി. വിനീത കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ഇതൊക്കെ കണ്ട് മുറിക്ക് പുറത്തു നിന്ന തുളസി വായ പൊത്തി കരച്ചിലടക്കി. എൻ്റെ മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കുവോ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് വിനയ ചോദിച്ചു. കരച്ചിലടക്കി ഒന്ന് മൂളിക്കൊണ്ട് വിനീത അവരിൽ നിന്ന് അടർന്നു മാറിയിരുന്നു. അവളുടെ ഇരിപ്പ് കാണെ വിനയയ്ക്ക് കണ്ണു നിറഞ്ഞുപോയി. ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടില്ലേ? ദേ മുഖമൊക്കെ ആകെ വല്ലാതായി. അവളുടെ കവളിലെ കണ്ണുനീർ നനവ് തുടച്ചു മാറ്റിയിട്ട് മിച്ചു പറഞ്ഞു. അമ്മായി ഒരിക്കലും കരുതിയില്ല കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ കാശി ആ പെണ്ണിനെ കെട്ടുമെന്ന്. ഇനിയിപ്പോൾ അവൻ അവളെ കെട്ടിയത് നിനക്ക് പ്രശ്നമില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും കാശിയെ അമ്മായി നിനക്ക് നേടിത്തരും. അമ്മായിയുടെ കുഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ എഴുന്നേറ്റ് വന്നേ. അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു വിനയ. വിനയേ! വിജയന്റെ ആ അലർച്ചയിൽ മൂന്നും കൂടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് പോരടി നിനക്ക്? ഇനി ആ ആരോരും തുണയില്ലാത്ത പെങ്കൊച്ചിന്റെ താലി കൂടെ പൊട്ടിക്കണോ? മുറിക്ക് അകത്തേക്ക് പാഞ്ഞു വന്ന് വിനയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ട് അയാൾ പൊട്ടിത്തെറിച്ചു. ഇതുവരെ ഇല്ലാത്തവണ്ണമുള്ള അയാളുടെ ദേഷ്യവും ചുട്ടുപഴുത്ത ഭാവവും കണ്ട് വിനയയും മൃദുലയും വിനീതയും ഭയന്നുപോയി. അച്ഛാ, ഇങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം അമ്മായി നോക്കിക്കൊള്ളും. അവർ തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ പെണ്ണിന്റെ മുഖത്ത് പോലും കാശി നോക്കിയിട്ടില്ല എന്നാണ് അമ്മായി മിച്ചുവും പറഞ്ഞിട്ടുള്ളത്. ഞാനും കണ്ടിട്ടില്ല. പിന്നെ എന്താ അച്ഛന് പ്രശ്നം? ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം വിനീത അയാളോട് ചോദിച്ചു. അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നില്ലായിരിക്കാം, ശരിയാണ്. അവൻ താലി കെട്ടിയ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടാൻ അവൻ നിന്നെ പ്രണയിച്ചിരുന്നോ വിനീ? അയാൾ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തിരക്കി. പോട്ടെ, അവൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും പരിഗണിച്ചിരുന്നോ? അത് പിന്നെ. അവൾക്ക് ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ ഒരു നിമിഷം ഇരുന്നുപോയി. അങ്കിൾ, ഏട്ടന് ആരോടും അങ്ങനെ അടുപ്പം കാണിക്കുന്ന സ്വഭാവമല്ലെന്ന് അറിയില്ലേ?
എന്നോട് തന്നെ എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും ഒരു പരിധി വിട്ട് സ്നേഹം പ്രകടിപ്പിക്കില്ല. പിന്നെ വിവാഹകാര്യം പറഞ്ഞപ്പോഴൊക്കെ ഉടനെ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എപ്പോഴെങ്കിലും വിവാഹം ചെയ്യുന്നുവെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പക്വതയുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയായിട്ട് ബന്ധുക്കൾ നിറയെയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹമെന്നാണ് ഒരിക്കൽ ഏട്ടൻ പറഞ്ഞത്. അതെല്ലാം എൻ്റെ ചേച്ചിക്കുണ്ട്. മൃദുല അയാളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അത് ശരിവെച്ചുകൊണ്ട് വിനയ തലയാട്ടി. അതുകൊണ്ട് നിങ്ങൾ അമ്മയും മോളും ചേർന്ന് ആ കുട്ടിയുടെ താലി അറുത്ത് കാശിയെ കൊണ്ട് ഇവളെ കെട്ടിക്കുമോ? വെറുപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ മൂവരെയും നോക്കി ചോദിച്ചു. എനിക്ക് ഉറപ്പുണ്ട് ഏട്ടാ, തന്ത ആരെന്ന് പോലും അറിയാത്ത ആ പെണ്ണിനെ അംഗീകരിക്കാൻ അവന് പറ്റില്ല. അധികം വൈകാതെ അവർ തമ്മിൽ പിരിയും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ അവനെ നിനക്ക് തന്നെ നേടിത്തരും. അതുവരെ എൻ്റെ മോൾ ഈ വാശിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടിയായിട്ടിരിക്കുക. കാശി നിനക്കുള്ളതാണ് എന്ന പോലെ വിനയ വീണ്ടും വീണ്ടും അവളോട് പറഞ്ഞു. ഒരിക്കലും അത് നടക്കില്ല വിനയെ. ഞാൻ മനസ്സിലാക്കിയ കാശി അവൻ നല്ലവനാണ്, ബന്ധങ്ങളുടെ വില മനസ്സിലായവനാണ്. അങ്ങനെയുള്ള ഒരുവൻ ഒരിക്കലും താലികെട്ടി സ്വന്തമാക്കിയ പെണ്ണിനെ വിട്ട് കളയില്ല, അതും അപ്പുവിനെ പോലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ. അതുകൊണ്ട് എൻ്റെ മോള് കാശി എന്ന ആ മോഹം മനസ്സിൽ അങ്ങ് എടുത്തു കളഞ്ഞേക്ക്. വിജയൻ ഉറപ്പോടെ പറഞ്ഞത് ആ നിമിഷം കാശിയുടെയും അപ്പുവിൻ്റെയും കാര്യത്തിൽ സത്യമാവുക തന്നെയായിരുന്നു. മെല്ലെ ഒരു കുളിർക്കാറ്റ് പോലെ അർപ്പിത കാശിയുടെ ഹൃദയത്തിലേക്ക് ഒരു തണുപ്പ് വീശി കടന്നു ചെല്ലാൻ തുടങ്ങിയിരുന്നു. ഇന്നിവിടെ നിൽക്കോ അമ്മമ്മേ? ഇന്ന് ഒരു ദിവസം നിന്നാൽ മതി. ഉച്ചയൂണും കഴിച്ച് വൈകിട്ട് ചായകുടിയും കഴിഞ്ഞ് പോകാനിറങ്ങിയ ദേവകിയെ ചുറ്റിപ്പിടിച്ചു നിന്ന് കണ്ണു നിറച്ച് ചോദിക്കുന്ന പെണ്ണിനെ കാണെ കാശിക്ക് പാവം തോന്നി. അച്ചുവിന് പിന്നെ അവളുടെ ഈ ഭാവങ്ങളൊക്കെ കണ്ട് ശീലമാണ്. അമ്മമ്മയുടെ പൊന്ന് എന്തിനാ കണ്ണു നിറയ്ക്കുന്നത്? പിന്നീട് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോളാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ട് നിന്നേ. അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ദേവകി പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് മുഖം തെളിഞ്ഞില്ല എങ്കിലും കണ്ണൊക്കെ തുടച്ചു അവൾ. ഇനിയിപ്പോൾ മറ്റന്നാൾ മുതൽ അപ്പുവിന് കോളേജിലും നിനക്ക് ബാങ്കിലും പോകേണ്ടേ കാശിയെ? കാറിനരികിൽ നിൽക്കുന്നേരം ജഗന്നാഥൻ ചോദിച്ചു. ഉവ്വ്, മൺഡേ മുതൽ പോകണം അച്ചച്ച. നാളെ ഞങ്ങൾ വന്ന് ബാഗും ബുക്സും ഒക്കെ എടുക്കാം. പിന്നെ കോളേജ് കഴിഞ്ഞ് വൈകിട്ട് അർപ്പിത നേരത്തെ പോലെ തറവാട്ടിലേക്ക് തന്നെ വന്നോട്ടെ. ഞാൻ ബാങ്കിൽ നിന്ന് വരും വഴി കൂട്ടിക്കൊള്ളാം. അച്ചമ്മയുടെ അടുത്ത് ഒട്ടിപ്പിടിച്ച് അച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിയിട്ട് കാശി പറഞ്ഞു. അത് മതി മോനെ. പിന്നെ നിങ്ങൾക്കും ആദിക്കുമൊക്കെയായിട്ട് തറവാട്ടിൽ ഒരു വിരുന്നുണ്ട്. അതെന്നാണ് സൗകര്യമെന്ന് വെച്ചാൽ പറയുക കേട്ടോ. ഒരുപാട് വൈകണ്ട. അച്ചച്ചൻ കാശിയുടെ കൈ പിടിച്ചു പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി. ആദിയോട് ചോദിച്ചിട്ട് ദിവസം പറഞ്ഞാൽ മതി അച്ചച്ച, ഞാൻ ലീവ് എടുത്തോളാം, കാശി ഉറപ്പ് കൊടുത്തു. കാശിയേ, എൻ്റെ അപ്പൂന് ചോറും കൂട്ടാനുമൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഇനി നീ ഒന്നും പുറത്തുനിന്ന് വാങ്ങാൻ നിൽക്കരുത്. അതുപോലെ നീ അടുക്കളയിലും കയറേണ്ട. ഒക്കെ എൻ്റെ കുട്ടി ചെയ്തോളും. അവളെ കാശിക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദേവകി പറഞ്ഞു. അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാം അച്ചമ്മേ. കാശി ഒരു ചിരിയോടെ അവളെ നോക്കി പറയെ. പെണ്ണ് വീണ്ടും എന്തോ പറയാനെന്ന പോലെ അവരുടെ നേരിയത് നുള്ളി വലിച്ചു. അതൊക്കെ അപ്പു ചെയ്തോളും. തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട കേട്ടോ കാശി. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അച്ചമ്മ സമാധാനമായിട്ട് പൊയ്ക്കോ. പെണ്ണ് തന്നെ അടുക്കളയിലേക്ക് അടുപ്പിക്കാതെ ഇരിക്കാനുള്ള അടവ് എടുത്തതാണെന്ന് മനസ്സിലായ കാശി അവരെ കാറിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൂസേ, തിങ്കളാഴ്ച ബസ് സ്റ്റോപ്പിൽ കാണാട്ടോ. അച്ചു അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുണ്ടമർത്തി പറഞ്ഞു. അപ്പു കണ്ണ് നിറയാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മൂളി. കാശിയോടും അപ്പുവിനോടും യാത്ര പറഞ്ഞ് അവർ പോകുന്നത് നോക്കി കാർ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഗേറ്റിനടുത്ത് പോയി നിന്നു അപ്പു. അച്ഛൻ വീട്ടിലുണ്ട്. നീ ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ മിച്ചു. വീടിന് മുന്നിൽ സ്കൂട്ടി നിർത്തി ഇറങ്ങുമ്പോൾ വിനയ പറഞ്ഞു. അവൾ അതിനൊന്ന് മൂളി വണ്ടി ഒതുക്കി വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മയും മോളും കൂടെ ചാടിത്തുള്ളി പോയ കാര്യം ശരിയായോ? ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ സോഫയിലിരുന്ന ജയൻ അവരോട് തിരക്കി. ഞങ്ങൾ എൻ്റെ തറവാട്ടിൽ പോയതാണ് ജയേട്ടാ. അവിടെ എന്ത് കാര്യം നടപ്പാക്കാനാണ്? ഏട്ടനെയും കുടുംബത്തെയും കണ്ടു തിരികെ വരും വഴി കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ ഇങ്ങ് പോന്നു. കയ്യിലിരുന്ന കവറുകൾ ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് വിനയ പറഞ്ഞു. അല്ലമ്മേ, രണ്ടാം കെട്ടുകാരനെ കൊണ്ട് മോളെ കെട്ടിക്കാൻ അങ്കിൾ സമ്മതിച്ചോ? ഫോണും തോണ്ടി ജയന്റെ അരികിലിരിക്കുന്ന മൃദുൽ തിരക്കി. അവന്റെ ചോദ്യം തീർത്ത ഞെട്ടലിൽ വിനയ മുഖം തിരിച്ച് മകളെ നോക്കി. അത് പിന്നെ അങ്ങനെയൊന്നും. വിനയ വല്ലായ്മയോടെ അച്ഛനെയും മകനെയും നോക്കി. നീ നിന്ന് പരുങ്ങി കളിക്കണ്ട. അളിയൻ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അല്ല, അപ്പൂനെ ഒഴിവാക്കി നിന്റെ വിനിമോളെ കെട്ടാമെന്ന് കാശി നിനക്ക് വാക്ക് തന്നുവോ? ജയൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. വിനിമോളുടെ സങ്കടം കണ്ടപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ്, മുഖം കുനിച്ചു നിന്നുകൊണ്ടവർ പറഞ്ഞു. എങ്കിലും ഇനി ആ സമാധാനിപ്പിക്കൽ വേണ്ട. ഈ കുടുംബത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത്. എന്നെക്കൊണ്ട് നീ കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. പറഞ്ഞിട്ടയാൾ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി. നീയും അമ്മയെ കണ്ട് പഠിക്കുവാണോ മിച്ചു? ഏട്ടൻ നിന്നെ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്. എന്നിട്ട് നീ തന്നെ ഏട്ടന്റെ ജീവിതം ഇല്ലാതാക്കാൻ അമ്മയ്ക്ക് കൂട്ടു നിൽക്കുവാണോ?
അവൾക്കരികിൽ വന്ന് മൃദു ചോദിച്ചു. ഏട്ടന് അപ്പുവിനെ ഇഷ്ടമല്ല കുഞ്ഞേട്ടാ. ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനൊരു തൊട്ടാവാടി പെണ്ണിനെയൊന്നും ഏട്ടൻ കെട്ടില്ല എന്ന്. മിണ്ടാപ്പൂച്ചയെപ്പോലെ ഇരിക്കുന്ന പെൺകുട്ടികളെയൊന്നും ഏട്ടന് ഇഷ്ടമില്ലെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മിച്ചു അവനോട് പറഞ്ഞു. ഏട്ടൻ മുമ്പ് എന്നു പറഞ്ഞു എന്നതിലല്ല ഇവിടെ കാര്യം. ഇപ്പോൾ ഏട്ടന്റെ വിവാഹം കഴിഞ്ഞു. ഏട്ടന് വിധിച്ചത് അപ്പുവാണ്. അവൾ പാവമല്ലേ മിച്ചു. അവർ ജീവിച്ചോട്ടെ. ആരും അതിനിടയ്ക്ക് ഓരോ പ്രശ്നമായിട്ട് പോകരുത്, പ്രത്യേകിച്ച് നീ. മിച്ചുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് മൃദു പറഞ്ഞു. എനിക്ക് അപ്പുവിനെ ഇഷ്ടമല്ല കുഞ്ഞേട്ടാ. അവളിന്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവളെ എന്തിനാ ഏട്ടൻ കല്യാണം കഴിച്ചത്? വിനി ചേച്ചിയാണ് ഏട്ടന് മാച്ചാകുന്നതും. ചേച്ചിയാണെങ്കിൽ ഒരു കോളേജ് അധ്യാപിക. അതുപോലെ അച്ഛനും അമ്മയുമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും സ്വന്തക്കാരായി ഉണ്ട്. ചേച്ചി മതി എൻ്റെ ഏട്ടന്. ആ അപ്പു വേണ്ട. വെറുപ്പോടെ വാശിയോടെ മിച്ചു പറഞ്ഞു. മിച്ചു, ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു കൂട്ടണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ അമ്മായിയുടെ മകളാണ്, ഈ കുടുംബത്തിൽ തന്നെ ഉള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഏട്ടത്തിയമ്മ കൂടെയാണ്. അത് മറന്ന് ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അവളെ നോക്കി കർക്കശമായി പറഞ്ഞുകൊണ്ട് മൃദു മുറിയിലേക്ക് പോയി. ഇല്ല, ആ അച്ഛനാര് എന്ന് പോലും അറിയാത്ത പെണ്ണിനെ എൻ്റെ ഏട്ടത്തിയായി കാണാൻ പോവല്ലേ ഞാൻ. അവളൊന്നുകിൽ മതിയായിരുന്നു. സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു മിച്ചു. അർപ്പിത, ഇവിടെ വന്ന് ഇരിക്കുവാണോ? ഉമ്മറപ്പടിയിലിരിക്കുന്ന പെണ്ണിനെ കാണെ കാശി അവൾക്കരികിൽ വന്നിരുന്നു. നമുക്കൊന്ന് അമലിന്റെ വീട്ടിൽ പോയാലോ? കാശി അടുത്തിരിക്കുന്ന പെണ്ണിന്റെ മുഖം ചരിച്ചെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളും ആലോചനയോടെ ഒന്ന് മൂളിക്കൊണ്ട് തല ഉലുക്കി. എന്നാ പോയി ഈ വേഷമൊക്കെ മാറിയിട്ട് വാ, കാശി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. കാശി പറഞ്ഞതും പെണ്ണ് സന്തോഷത്തോടെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ആ ഓടിപ്പാഞ്ഞുള്ള പോക്ക് നോക്കിയിരിക്കുക ആ കാശിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. തനിക്കൊപ്പം റോഡിന്റെ ഓരം ചേർന്ന് പതിയെ നടന്നു വരുന്ന പെണ്ണിനെ ഇടയ്ക്കിടെ കാശി ശ്രദ്ധിച്ചു. ഒന്നും മിണ്ടാതെ വരുന്നുവെങ്കിലും റോഡ് വക്കിൽ നിൽക്കുന്ന കാട്ടുചെടികളും ഏതെങ്കിലും കിളികളുടെ ശബ്ദവും, എന്തിന് ഒരു തുമ്പിയെ കണ്ടാൽ പോലും കണ്ണുകൾ വിടർത്തി ഒരു നോട്ടം നോക്കും, അല്ലെങ്കിൽ ചെവി കൂർപ്പിക്കുന്നത് കാണാം. ഇതൊക്കെ കാണുമ്പോൾ അവളെ തന്നെ ശ്രദ്ധിച്ചു വരുന്ന കാശിയുടെ ചുടികൾ എന്തിനെന്നറിയാതെ ഒന്ന് വിടരും. ഒരു ബ്ലാക്ക് പലാസയും ഒരു പിങ്ക് കളർ കുർത്തയുമാണ് വേഷം. അതവൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. തലമുടിയാണെങ്കിൽ വാരി കൂട്ടിപ്പിടിച്ച് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു പൊട്ടുപോലും തൊട്ടിട്ടില്ല പെണ്ണ്. എങ്കിലും സുന്ദരിയാണ്. ആ കുഞ്ഞു പെണ്ണിനോട് തോന്നുന്ന ഇഷ്ടം എന്തെന്നറിയാതെ ആ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി കാശി. അർപ്പിത എന്താ ഒന്നും സംസാരിക്കാത്തത്? ഒന്നും മിണ്ടാതെ വരുന്ന അവളോട് കാശി തിരക്കി. ഞാനേ വെറുതെ ഇങ്ങനെ ഓരോന്ന് നോക്കി വന്നതാ. മുഖം കുനിച്ച് അവനോടൊപ്പം നടന്നുകൊണ്ട് അവൾ പറഞ്ഞു. നാളെ നമുക്കൊന്ന് പുറത്തു പോകണം കേട്ടോ. കാശി പറയുമ്പോൾ എവിടെയെന്നോ എന്തിനെന്നോ ചോദിക്കാതെ പെണ്ണൊന്ന് തലയാട്ടി. നമുക്ക് വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം. പിന്നെ അർപ്പിത ഉപയോഗിക്കുന്ന സോപ്പ്, ഷാമ്പു, പൗഡർ, പൊട്ട്, കൺമഷി ഇതൊന്നും എനിക്കറിയില്ല. താൻ തന്നെ നോക്കി വാങ്ങണം കേട്ടോ, കാശി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. എനിക്കതൊന്നും വാങ്ങി ശീലമില്ല കാശിയേട്ടാ. അച്ചുവാണ് അതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കൂടെ വരുന്നത്. പിന്നെ പൊട്ടും കൺമഷിയും ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, പെണ്ണ് വലിയ കാര്യം പോലെ പറഞ്ഞു. ഇതുവരെ ഇല്ലെങ്കിലും ഇനി അതൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പു പറഞ്ഞത് കേട്ട് ഒന്ന് നിന്നുപോയി. എങ്കിലും പെട്ടെന്ന് അവൻ പറഞ്ഞു. എനിക്കതൊന്നും വേണ്ട, എല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ കണ്ണുകൾ ഉയർത്തി വല്ലായ്മയോടെ അവനെ ഒന്ന് നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു. കയ്യിലുള്ളതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആ കൂടെ കാശിയേട്ടൻ വാങ്ങിത്തരുന്നതും കൂടെ ഇരുന്നോട്ടെ. കാശി മുഖം തിരിച്ച് അവളെ നോക്കി ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ കോർത്തു. അപ്പോൾ ഒരു പിടച്ചിലോടെ പെട്ടെന്ന് മുഖം കുനിച്ചു കളഞ്ഞു. അവന് ചിരി വന്നുപോയി. എങ്കിലും അതവൻ കടിച്ചു പിടിച്ചു. കാശിയേട്ടന് അതൊക്കെ ഇഷ്ടമായത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? കാശി പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ ആലോചനയോടെ നടന്നു അപ്പു. അവളുടെ ആലോചനയും സ്വയം ഓരോന്ന് പറയുമ്പോഴുള്ള ചുണ്ടിന്റെ ചലനവും ഒക്കെ കാണെ കാശിയുടെ നെഞ്ച് വല്ലാതെ മിടിച്ചു തുടങ്ങിയിരുന്നു. ഈ കാശിയേട്ടന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? ഒരു പെണ്ണായിട്ട് എനിക്ക് പോലും ഇത്രയും നേരം വേണ്ടായിരുന്നല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് പോകാൻ റെഡിയായി വന്ന പെണ്ണ് കാശിയെ കാത്തിരുന്നു കൊണ്ട് ഓർത്തു. പോകാമോ അർപ്പിത? ആലോചിച്ചിരുന്ന പെണ്ണ് കാശി അടുത്തു വന്ന് ചോദിച്ചപ്പോൾ ഇരുന്നിടത്ത് നിന്ന് ഞെട്ടി എഴുന്നേറ്റു. എപ്പോഴും ഈ സ്വപ്നം കാണലുണ്ടോ അർപ്പിതയ്ക്ക്? അവളുടെ വെപ്രാളം കണ്ട് അവന് ചിരി വന്നുവെങ്കിലും അതടക്കി പിടിച്ച് ചോദിച്ചു അവൻ. ഞാൻ സ്വപ്നം കണ്ടെന്നുമില്ല. കാശിയേട്ടൻ വരാൻ വൈകിയത് കൊണ്ടല്ലേ ഞാനവിടെ ചടഞ്ഞിരുന്നത്. അവൻ ചോദിച്ചത് ഇഷ്ടപ്പെടാതെ കണ്ണുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എൻ്റെ ഈശ്വര, ഈ പെണ്ണ് ആകെ മാറുന്നുണ്ടല്ലോ. നേരത്തെയൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മുഖത്ത് പോലും നോക്കാതെ നിൽക്കുന്നവൾ ഇപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി വരുന്നുണ്ടല്ലോ. അവളുടെ നിൽപ്പ് കണ്ട് കാശി മനസ്സിലോർത്തു. അയ്യോ, ഞാൻ അർപ്പിതയെ കുറ്റം പറഞ്ഞതല്ല. ഞാൻ അടുത്ത് വന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. കാശി അവളുടെ ആ ഭാവം ആസ്വദിച്ചുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. പെണ്ണതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ച് പിന്നിൽ കയറിയിരുന്നു. നേരെ ഇരുന്നോ? ഇനി പോവാലോ? കാശി ചോദിച്ചതിന് അവളൊന്ന് മൂളിയതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു.